ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. കണക്റ്റഡ് ഫാക്ട് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമേ. 11 ജനുവരി 11 നടന്ന ഒരു ക്വസ്റ്റൻ പേപ്പർ ആണ് കേട്ടോ. നമുക്ക് നോക്കാൻ നോക്കി. ഇതെന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റൻസ് ഉണ്ട്. അത് നോക്കാൻ നോക്കി. ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഏത് ദിവസമാണ് സംവിധാൻ ദിവസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ദിവസമാണ് നമ്മൾ ഈ സംവിധാൻ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സംവിധാൻ ദിവസം എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം? കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആണ് ഈ പറഞ്ഞിട്ടുള്ള സംവിധാന ദിവസം എന്ന് പറയുമ്പോഴത്തേക്കിന് ഏതാണ് ദിവസം? November 26 ആണ് അല്ലേ സംവിധാന ദിവസം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്നാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേയുടെ വേറൊരു പേരാണെന്ത്? സംവിധാന ദിവസം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ, അടുത്ത എന്താണ് നോക്കിയേ. ഇനിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഈ പറയുന്ന ഏത് ഐഡിയയുടെ സ്പിരിറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഒക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിൻ്റെ ആൻസർ? പ്രിയാമ്പിളാണ് കേട്ടോ. പ്രിയാമ്പിളാണ് എന്തോ ചെയ്തിരിക്കുന്നത്? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് പ്രിയാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ആകുന്നത് ഈ പറയുന്നതിൽ ഏത് സിറ്റുവേഷനിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡ് ആകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റൻ. ഏതാണ് ആൻസർ? നാഷണൽ എമർജൻസിയുടെ കേസിൽ മാത്രമേ എന്തോ പറ്റത്തുള്ളൂ? ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡ് ആകത്തുള്ളൂ. നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 352 ആണ് അല്ലേ. ആർട്ടിക്കിൾ 352 ആണ് നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിനാൻഷ്യൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 360 കേട്ടോ. 360 ആണ് എന്ത്? ഫിനാൻഷ്യൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ. നമുക്കറിയാം നാഷണൽ എമർജൻസിയുടെ കേസിൽ മാത്രമേ എന്തോ സസ്പെൻഡ് ആകത്തുള്ളൂ? ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡ് ആകത്തുള്ളൂ. നമ്മൾ പറയാം ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം എന്ന് വരുന്നൊരു സെക്ഷൻ മൊത്തത്തിൽ എന്തോ ചെയ്യുന്നുണ്ട്? എമർജൻസി കേസിൽ സസ്പെൻഡ് ആയി പോകുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ഈ പറയുന്നുള്ള റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്നുള്ള സംഭവം ക്യാൻസൽ ആകത്തില്ലെന്ന് ആലോചിച്ചോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതിനകത്ത് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി സോവറിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത് ഈ പറയുന്ന ഏത് ആർട്ടിക്കിളിനകത്ത് വരുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് എവിടുത്തെയാണെന്ന് പറയാമോ? ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് വരുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിക്കകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സംഭവം. അപ്പോൾ നോക്കിയേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുമ്പം ഏതായിരിക്കും ആർട്ടിക്കിൾ വരുന്നത്? പറഞ്ഞേ. ആർട്ടിക്കിൾ 51 എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 51 അല്ലെ. ആർട്ടിക്കിൾ 51 എന്ന് പറയുമ്പം അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞ ആർട്ടിക്കിൾ 51 എന്താണ്? നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് വരുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 51. എന്താണ്? യൂണിവേഴ്സൽ പീസ് എന്നുള്ള സംഭവം അല്ലേ. യൂണിവേഴ്സൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് ആർട്ടിക്കിൾ 51 എന്ന് പറയുമ്പോഴത്തേക്കിന്. ആർട്ടിക്കിൾ 51A എന്താണ്? നമ്മൾ ഈ പറഞ്ഞ നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലേ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നൊരു സംഭവം വരുന്നത് ആർട്ടിക്കിൾ 51A അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 51A ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ആർട്ടിക്കിൾ 51 എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. ആർട്ടിക്കിൾ 32 എന്താണ്? ഇതെന്താണ് സംഭവം? ഒത്തിരിയും പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ആർട്ടിക്കിൾ 32. എന്താണ് സംഭവം? നമുക്കറിയാം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സുപ്രീം കോടതി സമീപിക്കാനുള്ള റൈറ്റ് ആണ് ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ. ആർട്ടിക്കിൾ 37 എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ത്? ആർട്ടിക്കിൾ 37 എന്ന് പറയുന്നത്. എന്താണ് സംഭവം? ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല? നമുക്ക് ഒരു കോർട്ടിലും എൻഫോഴ്സ് ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതാണ് എന്ത്? ആർട്ടിക്കിൾ 37. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. അതാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 37 കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിൻ്റെ ആൻസർ എന്താണ്? ആർട്ടിക്കിൾ 51A ആണെന്ന് ഓർത്തിരിക്കണേ, തെറ്റിക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് ഇപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഈ റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ നോക്കി. ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ് അല്ലേ. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈഫ് ആൻഡ് ലിബർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് എന്ത്? ലൈഫ് ആൻഡ് ലിബർട്ടി ആണ് നമ്മുടെ ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോഴത്തേക്കിന്. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി പ്രഖ്യാപിക്കാൻ കാരണമായ ഒരു കേസ് ഉണ്ട്. ഏതാണ് കേസ് എന്നറിയാമോ? നമ്മുടെ ഈ പറഞ്ഞ KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഒരു കേസ് ഉണ്ട്. KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഒരു കേസ് ഉള്ളതാണ്. അതിൻ്റെ അകത്ത് പ്രകാരമാണ് എന്തോ ചെയ്തത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു പ്രൈവസിയെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അണ്ടർ ആർട്ടിക്കിൾ 21 ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ, തെറ്റിക്കരുതേ. അറിയാമല്ലോ അല്ലേ. ക്ലിയർ അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്ത്യയുടെ പ്രിയാമ്പിളിനെ ഇന്ത്യയുടെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ആരാണെന്ന് പറയാമോ? തെറ്റിക്കരുത്. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മുടെ ആർട്ടിക്കിൾ 32 വിളിക്കുന്നത് നമ്മുടെ അംബേദ്കർ ആണ്. ഇതെന്ന് പറയുമ്പം പ്രിയാമ്പിളിനെ സോളെന്ന് വിളിച്ച ആളുടെ പേരാണ് ക്വസ്റ്റ്യൻ. ആരാണ്? അറിയാം ആരാന്ന് നോക്കി. പണ്ഡിറ്റ് താക്കൂർദാസ് ആണ് എന്ത്? നമ്മുടെ
പ്രിയാമ്പിളിനെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചതാരാണ്? പണ്ഡിറ്റ് താക്കൂർ ദാസ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. നോക്കിക്കോളൂ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് അമെൻമെൻ്റ് ആണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് അമെൻമെൻ്റ് ആണ്? ഏതാണ്? 42nd അമെൻമെൻറ്റ് ഓഫ് അല്ലേ? 42nd അമെൻമെൻ്റ് ആണ് എന്ത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. വർഷം എത്താണ്? 1976 എന്ത് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ 42nd അമെൻമെൻറ്റ് വരുന്നത്. 44th അമെൻമെൻറ്റ് ഡേറ്റ് എത്രയാണ്? 1978 ആണ് കേട്ടോ. 44th അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ 1978. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ്. നമ്മൾ അത് പഠിക്കുക കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഈ അമെൻമെൻറ്റിനകത്ത് എന്തൊക്കെ സംഭവിച്ചാൽ കറക്റ്റ് പഠിക്കണേ. ഇത് നോക്കി, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 52nd അമെൻമെൻറ്റിൻ്റെ വർഷം എത്രയാണ്? 1985 ആണ് കേട്ടോ. 52ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ 1985 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഏതാണ്? 73rd അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ വർഷം എത്രയാണ്? 1992 ആണ്. 1992 ആണ് നമ്മുടെ 73rd അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ഒരു സെക്ഷൻ ഉള്ളതാണ്. നമ്മുടെ സിലബസിൽ അത് എടുത്തൊന്നും പറയത്തില്ല, പക്ഷേ അത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ 52ാമത്തെ അമെൻമെൻറ്റിൽ എന്താ പറ്റുമെന്ന് അറിയാമോ? 52nd അമെൻമെൻറ്റ് ഓഫ് 1985 പ്രകാരം എന്താ പറ്റുമെന്ന് അറിയാമോ? ഡിഫെക്ഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷനെ പറ്റി പറയുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ 52ാമത്തെ അമെൻമെൻറ്റ് ഓഫ് 1985. ഡിഫെക്ഷൻ ഉണ്ടല്ലോ. എന്താ ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? കൂറുമാറ്റം. അറിയാമല്ലോ, ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റമാണ്. അപ്പോൾ ഇത് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഗ്രൗണ്ട്സ് ഓഫ് ഡിഫെക്ഷനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? ഡിഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും അറിയാം, കൂറുമാറ്റം എന്നൊരു സംഭവമാണ്. എന്താണ് സംഭവം? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പാർലമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടോ ഒരാളെ എലക്ട് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പുള്ളി എലക്ട് ആക്കപ്പെട്ടത് ഒരു സ്പെസിഫിക് പാർട്ടിയിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എലക്ട് ആക്കപ്പെട്ട ഒരാൾ ആ പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലോട്ട് മാറിയാൽ അത് എന്താണ്? അത് ഡിഫെക്ഷനാണ് അല്ലെങ്കിൽ കൂറുമാറ്റമാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നൊരു സംഭവമാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിഫെക്ഷൻ എന്നുള്ളതാണ് എന്ത്? 52ാമത്തെ അമെൻമെൻറ്റിനകത്ത് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് നോക്കിക്കോളൂ, ഈ 73rd അമെൻമെൻറ്റ് ഓഫ് 1992 പ്രകാരമാണ് എന്തോ ചെയ്യുന്നത്? ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്നത്. വെച്ചാൽ ഡീസെൻട്രലൈസേഷനും ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പവർ സെൻട്രലിൻ്റെ കയ്യിലും സ്റ്റേറ്റിലും ഇരുന്ന പവർ ഇവരെന്തോ ചെയ്യുകയാണ്? ലോക്കൽ പഞ്ചായത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള 73rd അമെൻമെൻറ്റ്. ഡീസെൻട്രലൈസേഷനും അതുപോലെ എന്താണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും അതാണ് ഈ പറഞ്ഞിട്ടുള്ള 73rd അമെൻമെൻറ്റ് കേട്ടോ. തെറ്റിക്കരുത്. 73rd അമെൻമെൻറ്റ് 1992 പ്രകാരമാണെന്ത്? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങും സെൻട്രലിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തോ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള താഴത്തെ ലെവലിലുള്ള ലോക്കൽ പഞ്ചായത്തിന് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള 73rd അമെൻമെൻറ്റ് ഓഫ് 1992. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഏത് ആർട്ടിക്കിളിനെയാണ് അല്ലെങ്കിൽ ഏത് റൈറ്റിനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് കേട്ടോ. എന്താ ആർട്ടിക്കിൾ നമ്പർ എത്താണ്? ആർട്ടിക്കിൾ 32 ആണ് എന്ത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ടാൽ അതിനെതിരെ നമുക്ക് കേസുമായിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ ഒക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉള്ളത്. ആർട്ടിക്കിൾ 32 ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ്. അങ്ങനെ വിളിച്ചതാണ് ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലേ? തെറ്റിക്കരുത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രിയാമ്പിളിനെയാണ് എന്തോ ചെയ്തത്? പ്രിയാമ്പിളിനെ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നതാണ് താക്കൂർ ദാസ്. ഇതെന്ന് പറയുമ്പോൾ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് BR അംബേദ്കർ പറഞ്ഞത് ആർട്ടിക്കിൾ 32 കുറിച്ചാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ. തെറ്റിക്കരുത്. ഇനി നോക്കിക്കോളൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറയുന്നതിൽ ഏത് ആർട്ടിക്കിളാണ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ആ റൈറ്റ് ഓഫ് മൈനോറിറ്റീസിന് അവർക്ക് എന്താണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും റൺ ചെയ്യാനും ഉള്ള റൈറ്റ് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് വരുന്ന സംഭവമാണെന്ത്? ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സംഭവം അല്ലേ? നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണെന്ത്? റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലേ? 19 തൊട്ട് 22 വരെയാണ് ഫ്രീഡം എന്നുള്ളൊരു സംഭവം. ക്ലിയർ അല്ലേ? 23ഉം 24ഉം ആണെന്ത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 23, 24 ആണെന്ത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും 25 തൊട്ട് 28 വരെയാണെന്ത്? നമ്മുടെ റിലീജിയനുള്ള ഫ്രീഡം. റിലീജിയസ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 28, 28 വരെയാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 29ഉം 30ഉം ആണ് നമ്മൾ ഈ പറയുന്ന എന്ത്? നമ്മുടെ മൈനോറിറ്റീസിനെ കുറിച്ച് പറയുന്ന സംഭവം. അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്ഷനൊക്കെ പറയുന്ന 29, 30 അപ്പോൾ നിങ്ങൾ നോക്കുക. 31 നമുക്കറിയാം ഇപ്പം ഇല്ല. 31 ആയിരുന്നു എന്ത്? റൈറ്റ് പ്രോപ്പർട്ടി എന്നുള്ള സംഭവം. 32 ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്നുള്ള സംഭവം. അപ്പോൾ ഈ 29, 30 ഉണ്ടോ നോക്കി അതിൻ്റെ അകത്ത് നോക്കിയേ. ഏതാണ്? ആർട്ടിക്കിൾ 30 എന്നൊരു സംഭവം ഇതിനകത്തുണ്ടല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 30 എന്തോ ചെയ്യുന്നത്? മൈനോറിറ്റീസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 30 എന്ന് ഓർത്തിരിക്കുക.
തെറ്റിക്കരുത് കേട്ടോ. 25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനുള്ള റൈറ്റാണ് 25 എന്ന് പറയുമ്പോഴത്തേന് കേട്ടോ. തെറ്റിക്കരുതേ. ഓക്കെ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് റൈറ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് റൈറ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? റൈറ്റ് ടു പ്രോപ്പർട്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഫണ്ടമെന്റൽ റൈറ്റിനകത്തുനിന്ന് എടുത്ത് മാറ്റിയതാണ് ഇതിനെ. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് എന്ന് പറയും അല്ലേ? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലീഗൽ റൈറ്റ് ആണ് അണ്ടർ ആർട്ടിക്കിൾ 300A. റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ ആർട്ടിക്കിൾ അതാണ്, ആർട്ടിക്കിൾ 300A ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഇത് ലീഗൽ റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലീഗൽ റൈറ്റ് എഴുതുക കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണെന്ന് ഓർത്തിരിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇനി നോക്കിക്കോളൂ, എന്താണ്? വിച്ച് ഓർഗനൈസേഷൻ റിലീസ് ദി ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി? നോക്കുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും വരുന്നത് അല്ലേ? ഏതായിരിക്കും നോക്കി പറയാൻ പറ്റുന്നത് ഏതാണെന്ന്? അഗ്രികൾച്ചറും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് ഇതിൻ്റെ അകത്ത്? ഇതാണല്ലേ, FAO ആണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നാണ് എന്ത്? FAOയുടെ ഫുൾ ഫോം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നാണ് FAOയുടെ ഫുൾ ഫോം. യുനെപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം. നമ്മളിതിപ്പം നമ്മൾ ആ ബയോഡൈവേഴ്സിറ്റിയുടെ കേസിൽ പറഞ്ഞാണെന്ത്? യുനെപ്പിൻ്റെ കേസ് അല്ലേ? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ആണ് യുനെപ്പിൻ്റെ ഫുൾ ഫോം. നീതിയായി ഞാൻ പറയണ്ടല്ലോ. ഈ നെബാർഡ് എന്താണ്? നെബാർഡ് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം? നെബാർഡ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷത്താണ് നെബാർഡിൻ്റെ? 1982 ആണ് അല്ലേ? നെബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1982 ആണെന്ന് ഓർത്തിരിക്കുന്നത്. 82 ആണ്. 1982 ആണ് എന്ത്? നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏതാണ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 12th ജൂലൈ ആണ്. 12th ജൂലൈ 1982 ആണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേരെന്താണ്? ബി ശിവരാമൻ കമ്മിറ്റി അല്ലേ? ശിവരാമൻ കമ്മിറ്റിയാണ്. ശിവരാമൻ കമ്മിറ്റിയാണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നബാർഡ് എന്നുള്ളൊരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ആരാണ്? ശിവരാമൻ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. 12th ജൂലൈ 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നബാർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇത് ഓരോന്ന് വെച്ച് പറഞ്ഞു നോക്കുക. ഈ പറഞ്ഞ ഇത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് കേട്ടോ. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ ഫുൾ ഫോം. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1982 ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബി ശിവരാമനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ കമ്മിറ്റി തന്നെയാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതും. ഇപ്പോഴത്തെ ചെയർമാൻ്റെ പേരെന്താണ്? നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ്റെ പേരെന്താണ്? ഷാജി KV എന്നാണ് കേട്ടോ. എന്താണ്? ഷാജിയാണ്. ഷാജി KV ആണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള നബാർഡിൻ്റെ ഇപ്പോഴത്തെ എന്താണ്? ചെയർമാൻ നോക്കിയിരിക്കണം. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ നബാർഡ് എന്തൊക്കെ ചെയ്യുന്നത്? നമുക്കറിയാം റൂറൽ ഡെവലപ്മെൻറ്റ് എന്നൊരു സംഭവം തന്നെയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രി വരുന്നുണ്ട്, നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വരും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എല്ലാം ഈ പറഞ്ഞിട്ടുള്ള നബാർഡിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് നോക്കിക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഏത് വർഷമാണ് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ സെറ്റപ്പ് ആയെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വർഷം? 1998 ആണ്. ഇനി നോക്കി, ഈ പറഞ്ഞത് ഗുരുവായ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണിത്. ഇതാരാണ് നോക്കി? ഇതെന്ന് പറയുമ്പോൾ ആ ടെക്സ്റ്റ് അതുള്ള കേട്ടോ. ഇതൊക്കെ ആരും നോക്കി. ഏതാണ് ഫസ്റ്റിൽ ആ ഗുരുവായൂർ ടെമ്പിളിലെ ബെല്ല് അടിച്ച ഫസ്റ്റ് നോൺ ബ്രാഹ്മിൺ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗുരുവായൂർ ടെമ്പിളിലെ ബെല്ലടിച്ച ആദ്യ നോൺ ബ്രാഹ്മിൺ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് അതിൻ്റെ ആൻസർ? P. കൃഷ്ണപിള്ളയാണ് കേട്ടോ. P. കൃഷ്ണപിള്ളയാണ്. പുള്ളി ബെല്ലടിക്കുന്ന ബെല്ല് പുള്ളിയെ ബ്രൂട്ടലായിട്ട് അത് അടിക്കുന്നുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കേസിലുണ്ട്. അപ്പോൾ P. കൃഷ്ണപിള്ളയാണ് എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ബെല്ലടിക്കുന്ന നോൺ ബ്രാഹ്മൺ ആണ് ആര്? P. കൃഷ്ണപിള്ള. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചെയ്യുന്നത്. നോക്കി, ഇതെല്ലാം ഒരുപോലെ ഇരിപ്പില്ലേ? ഇത് രണ്ടിലൊന്നാണ്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. അതിനകത്ത് ആൻസർ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം ഇതാണ്. 11th November 1999 ആണ് കേട്ടോ. 11th November 1999 ഈ പറഞ്ഞിട്ടുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ആയി നോക്കിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ സംഭവം. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, മലയാളി മെമ്മോറിയൽ വാസ് a petition given in 1891 during the time of ശ്രീമൂലം തിരുനാൾ മഹാരാജ്. ശരിയാണ്. 1891 അല്ലേ? ഫസ്റ്റ് ജനുവരി 1891 നമ്മൾ എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ?
അത് കറക്റ്റാണ് ഫസ്റ്റ് പേര്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് ശരിയാണ്. ഇനി നോക്കി ബാരിസ്റ്റർ GP പിള്ളയെ വാസ് എ ലീഡർ ഓഫ് മലയാളി മെമ്മോറിയൽ. കറക്റ്റാണ്. കാര്യം ഈ പറഞ്ഞിട്ടുള്ള ബാരിസ്റ്റർ GP പിള്ളയും കൂടെ രണ്ടുപേരെയും കൂടെയാണ് ഇവർ നമ്മുടെ എന്താണ് ട്രിവാൻഡ്രം മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്താക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ ഈ കേരളത്തിലല്ലാത്ത ബ്രാഹ്മണരായിട്ടുള്ള തമിഴ് ബ്രാഹ്മണരെ ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് സർവീസിൽ ഒത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ മലയാളി മെമ്മോറിയൽ എന്ന് പറയുമ്പോഴത്തേന്. അപ്പോൾ ബാരിസ്റ്റർ GP പിള്ള ആയിരുന്നു നമ്മുടെ മലയാളി മെമ്മോറിയലിൻ്റെ ലീഡർ കേട്ടോ. ഇത് നോക്കി KP ശങ്കരമേനോനാണ് ഫസ്റ്റ് സൈൻഡ്. കറക്റ്റാണ്. KP ശങ്കരമേനോനാണ് എന്തോ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് മലയാളി മെമ്മോറിയലിൽ സൈൻ ചെയ്യും. നമ്മൾ ഈ പറഞ്ഞൊക്കെ അറിയാം 128 ഇത്രയും പേരാണ് ഈ പറഞ്ഞ മലയാളി മെമ്മോറിയൽ സൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് സൈൻ എന്ന് പറയുമ്പോൾ KP ശങ്കരമേനോൻ്റെ ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഓർത്തിരിക്കുക സെക്കൻഡ് സൈൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബാരിസ്റ്റർ GP പിള്ളയാണെന്ന് ഓർത്തിരിക്കുക. തേർഡ് സൈൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപുവിൻ്റെ ആണ്. ആദ്യം സൈൻ ചെയ്യുന്നത് KP ശങ്കരമേനോനാണ്. രണ്ടാമത് സൈൻ ചെയ്യുന്നത് GP പിള്ളയാണെന്ന് ഓർത്തിരിക്കുക. തേർഡ് സൈൻ ചെയ്യുന്ന ആരാണ്? ഡോക്ടർ പൽപു ആണ് കേട്ടോ. ഡോക്ടർ പൽപു ആണ് മലയാളി മെമ്മോറിയലിനകത്ത് ഇട്ടുന്ന മൂന്നാമത്തെ സൈൻ ഇട്ട ആൾ കേട്ടോ. നോക്കി ഇൻ ട്രാവൻകൂർ പൊളിറ്റിക്കൽ അജിറ്റേഷൻ സ്റ്റാർട്ട് 1891. കറക്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് ഇൻ കേരള എന്നുള്ള സാധനം നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്ന മലയാളി മെമ്മോറിയൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ മെമ്മോറിയൽ സെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള മെമ്മോറിയൽ എന്താണ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആരാണ്? നമുക്കറിയാം ഈ പറഞ്ഞ തിരുവിതാംകൂറുകാർക്ക് എന്ന സ്ലോഗൻ വരുന്ന സംഭവം മലയാളി മെമ്മോറിയലാണ്. ഈ പറഞ്ഞിട്ടുള്ള മലയാളി മെമ്മോറിയലിൻ്റെ ആ മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്? CV രാമൻപിള്ളയാണ്. തെറ്റിക്കരുത്. CV രാമൻപിള്ളയാണ് ഈ സംഭവം ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. CV രാമൻപിള്ളയാണെന്ന് ഓർത്തിരിക്കുക. രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഓർത്തിരിക്കണം. അതുപോലെ ഇവർക്ക് ഈ പറഞ്ഞ ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്ന ബ്രിട്ടീഷുകാരനൊരാൾ നോർട്ടൺ ആണ് എന്തോ ചെയ്യുന്നത് ഇവർക്ക് ലീഗൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ CV രാമൻപിള്ളയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മലയാളി മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന പുള്ളിയാണ്. ഈ പറഞ്ഞിട്ടുള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പുള്ളി എഴുതി വെച്ചൊരു പുള്ളിയുടെ ന്യൂസ് പേപ്പറിൽ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എഴുതിയിട്ടാണ്. അതിൻ്റെ പേരെന്താണ്? മിതഭാഷി എന്നൊരു ന്യൂസ് പേപ്പർ കേട്ടോ. എന്താണ്? മിതഭാഷി എന്നൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മിതഭാഷി എന്നുള്ള ന്യൂസ് പേപ്പറിലാണ് CV രാമൻപിള്ള എന്തോ ചെയ്ത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ട് എഴുതിയിരുന്നത് കേട്ടോ. തെറ്റിക്കരുത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ടുള്ള CV രാമൻപിള്ളയുടെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേരെന്താണ്? വിദേശ മേധാവിത്വം എന്നൊരു ബുക്കുണ്ട്. എന്താണ്? വിദേശ മേധാവിത്വം എന്നൊരു ബുക്കുണ്ട്. ഈ ഒരു ബുക്കിനകത്തെന്ന് പറയുമ്പോൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ഉള്ള ഒരു ബുക്കാണ് വിദേശ മേധാവിത്വം എന്നുള്ള ബുക്ക്. CV രാമൻപിള്ളയുടെ നോക്കിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിൻ്റെ ആൻസറേ. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പറഞ്ഞിട്ടുള്ള അന്ന ചാണ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വിമൻ ജഡ്ജ് ഓഫ് ഇന്ത്യയാണ് അന്ന ചാണ്ടി. കറക്റ്റാണ് ഈ പറഞ്ഞ സംഭവം. ഇത് ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാമെങ്കിൽ മാത്രം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യട്ടെ. ഇതിന് ആൻസർ 905 ആണ് പുള്ളിക്കാരുടെ എന്ന് പറയുന്നത്. അത് തന്നെയാണ്, അത് ശരിയാണ്. ഈ പറഞ്ഞ ജീവിത കഥ എന്നുള്ളത് പുള്ളിക്കാരുടെ ഓട്ടോബയോഗ്രഫി അല്ല. അന്ന ചാണ്ടിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? ആത്മകഥ എന്നാണ് കേട്ടോ. അന്ന ചാണ്ടിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ജീവിത കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ AKGയുടെ ഓട്ടോബയോഗ്രഫിയാണ് കേട്ടോ. എന്താണ്? ജീവിതകഥ AK ഗോപാലൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണെന്ത്? ജീവിത കഥ എന്നൊരു സംഭവം. ഇനി എൻ്റെ കഥ എന്നൊരു സംഭവമുണ്ട്. എന്താണ്? എൻ്റെ കഥ എന്നൊരു സംഭവമുണ്ട്. എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ആരുടെയാണിത്? മാധവിക്കുട്ടിയുടെ കേട്ടോ. തെറ്റിക്കരുതേ. മാധവിക്കുട്ടിയുടെ ആണ്. നെക്സ്റ്റ് നോക്കി. എന്താണ്? എൻ്റെ കഥ എന്നൊരു സംഭവമുണ്ട്. ആരുടെയാണിത്? നമ്മുടെ കമല സുരയ്യയുടെയാണ് എൻ്റെ കഥ എന്നുള്ള ബുക്ക് കേട്ടോ. തെറ്റിക്കരുത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. ജീവിതകഥ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ അല്ല. ഈ പറഞ്ഞുള്ള ശ്രീമതി എന്നുള്ള ജേണൽ എന്ന് പറയുമ്പോൾ അന്ന ചാണ്ടിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിനകത്ത് 1, 2, 4 ശരിയാണ് കേട്ടോ. തെറ്റെന്ന് പറയുമ്പോൾ ഏതാണ്? മൂന്നാമത്തെ സംഭവം തെറ്റാണ്. ഓക്കെ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള ആത്മവിലാസം എന്നുള്ള ബുക്കിൻ്റെ ഓർഡറിൻ്റെ പേരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബുക്കാണ്. നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ഈ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ബുക്കിൻ്റെ കേസ് മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കേട്ടോ. അത് കറക്റ്റ് പഠിക്കണേ. ആത്മവിലാസം എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ബുക്കാണെന്ന് ഓർത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി വായിച്ച് നോക്കിയാൽ കറക്റ്റ് അറിയാം. ഈ പറഞ്ഞിട്ടുള്ള NSS ഫോം ചെയ്ത വർഷം, നായർ സർവീസ് സൊസൈറ്റി ഫോം ചെയ്ത വർഷം 1916 ആണോ? അല്ല, തെറ്റാണ്.
1914 എന്ത് വരുന്നത് NSS ഫോം ചെയ്തത്. NSSന്റെ ഫൗണ്ടർ ആരാണ്? മന്നത്ത് പത്മനാഭനാണ് കേട്ടോ, തെറ്റിക്കരുത്. പറഞ്ഞ മന്നത്ത് പത്മനാഭനാണ് എന്തോ ചെയ്തിരിക്കുന്നത് നമ്മുടെ എന്താണ് NSSന്റെ ഫൗണ്ടറാണ് മന്നത്ത് പത്മനാഭനാണ് നോക്കിയണേ. നെക്സ്റ്റ് എന്താണ്? ടെമ്പിളൻട്രി പ്രൊക്ലമേഷൻ വാസ് സൈൻ ബൈ ശ്രീ ചിത്ര തിരുനാൾ ഓൺ ദി ഈവ് ഓഫ്. കറക്റ്റാണ്, ഇത് കറക്റ്റാണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ശ്രീ തിരുനാളിന് 24ാമത്തെ വയസ്സിലാണ് ഈ പറഞ്ഞിട്ടുള്ള ടെമ്പിളൻട്രി പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്യുന്നു, സൈൻ ചെയ്യുന്നു. എന്നാൽ ടെമ്പിളൻട്രി പ്രൊക്ലമേഷൻ ചില ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ കറക്റ്റ് ഡേറ്റ് പറയാമെന്നാണ്. എന്താണ്? 12th November ആണ് അല്ലേ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കേട്ടോ, ഒന്നും തെറ്റിക്കരുത്. 12th November 1936 ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്നുള്ള സംഭവം 12th November 1936 ആണ് ഓർത്തിരിക്കണേ. ഇനി നോക്കിക്കോളൂ. AG വേലായുധൻ വാസ് കിൽഡ് ഇൻ പൊളിറ്റിക്കൽ ലാത്തി ചാർജ് ഡ്യൂറിങ് പാലിയം. കറക്റ്റാണ്. ഈ പറഞ്ഞ പാലി സത്യാഗ്രഹത്തിന്റെ മാർട്ടിയർ എന്ന് വിളിക്കുന്നത് AG വേലായുധനാണ്. എന്താണ് ഈ പാലി സത്യാഗ്രഹം? ഓർത്തിരിക്കുക. ഈ പറഞ്ഞ 1940s വെച്ചാൽ കേരളത്തിന് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത് പാലി സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എറണാകുളത്താണ് നടന്നത്. ഈ പറഞ്ഞ എന്താണ് കൊച്ചി രാജാവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയിൽ കൂടെ നടക്കാൻ ഈ പറഞ്ഞിട്ടുള്ള നോൺ ഹിന്ദുസിനോ അതുപോലെ താഴ്ന്ന ജാതിപ്പെട്ട ഹിന്ദുക്കൾക്കോ മറ്റു ജാതിക്കാർക്കോ അനുവാദം ഇല്ലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷനെതിരെ നടന്ന ഒരു സത്യാഗ്രഹമാണ് ഈ പറഞ്ഞിട്ടുള്ള പാലി സത്യാഗ്രഹം കേട്ടോ, തെറ്റിക്കരുത്. ആ പാലി സത്യാഗ്രഹത്തിൻ്റെ മാർട്ടിയറാണ് ഈ പറഞ്ഞ AG വേലായുധൻ. ഈ ആൻസർ ശരിയാണ് കേട്ടോ, ഈ പറഞ്ഞ ശരിയാണ് കേട്ടോ, എറണാകുളത്താണ് ആലോചിച്ചിരിക്കുക. ഈ പാലി സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സൗഹൃദ യാത എന്നൊരു സംഭവം. എന്താണ്? സൗഹൃദ ജാഥ നടത്തിയിട്ടുണ്ട്. KK കൗസല്യ എന്നൊരു പുള്ളിക്കാരുണ്ട്. KK കൗസല്യ. ആരാണ്? KK കൗസല്യ എന്ന് പറഞ്ഞ ഒരാളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൗസല്യാണ് എന്ത് പാലിയം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സൗഹൃദ ജാഥ എന്നൊരു സംഭവം നടത്തുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സിലബസിനകത്ത് അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എനിക്ക്. നമ്മൾ പറഞ്ഞ നമ്മുടെ എന്താണ് ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നാഷണൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സത്യാഗ്രഹങ്ങളും അതും ഇതൊക്കെയാണ്. അത് ഫുൾ ചേർത്താണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അറിഞ്ഞിരിക്കുക പാലി സത്യാഗ്രഹത്തിൻ്റെ കേസ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? In 1928 സഹോദരൻ അയ്യപ്പൻ ബിക്കം ദ എഡിറ്റർ ഓഫ്. കറക്റ്റാണ്. യുക്തിവാദിയുടെ എഡിറ്റർ ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പനാണ്. നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് NSSന്റെ ഫോർമേഷൻ 1914 അതുകൊണ്ട് തെറ്റ് ഏതാണ്? 1 കേട്ടോ, ഓൺലി 1. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇത് പറഞ്ഞേ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കേസിൽ സവർണജാഥ ഓർഗനൈസ് ചെയ്ത ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലേ, നമുക്കറിയാം. മന്നത്ത് പത്മനാഭനാണ് എന്ത് ചെയ്യുന്നത്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കേസിൽ. ഇതറിയാമല്ലോ, വൈക്കം ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ബൈ റോഡുകളുണ്ടല്ലോ, അത് ഈ പറഞ്ഞിട്ടുള്ള സവർണജാഥക്കാർ തുറന്നു ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നടന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സവർണജാഥ നടത്തുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നടത്തുന്നത് ഓർത്തിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോളൂ. ഇപ്പോഴത്തെ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണ്? വിനയ് ടോൺസ് ആണ്. വിനയ് ടോൺസ് ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള SBIയുടെ മാനേജിംഗ് ഡയറക്ടർ. ഇത് 2024 കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2021 നടന്ന +2 പ്രിലിമിനറിയുടെ ഒരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അത് നെക്സ്റ്റ് ചെയ്യാമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എന്ന് പറയുമ്പോഴത്തേക്കും 2021 നടന്നിട്ടുള്ള ഒരു ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞ മൂഷക വംശം എന്നുള്ള കാവ്യത്തിൻ്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. പറഞ്ഞ ആൻസർ എന്താണെന്ന്? അതുലനാണല്ലേ. അതുലനാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള മൂഷക വംശം എന്നുള്ള കൃതിയുടെ റൈറ്റർ ആരാണ്? ഓതർ ആരാണ്? അതുലനാണ്. ഈ കാസി മുഹമ്മദിൻ്റെ ഒരു ബുക്കിൻ്റെ പേര് പറയാമോ? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുണ്ട് കാസി മുഹമ്മദിന്. ഏതാണ്? നമ്മൾ ഈ പറഞ്ഞ മുഹ്യുദ്ദീൻ മാല എന്നൊരു ബുക്കുണ്ടല്ലോ. എന്താണ്? മുഹ്യുദ്ദീൻ മാല എന്നുള്ള ബുക്ക് ആരുടെയാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാസി മുഹമ്മദിനെയാണ് നോത്തിരിക്കുക. സംഗ്രഹമാധവൻ ആരാണ്? പുള്ളിയാണ് എന്ത് നമ്മുടെ ഇവിടെ നിന്നുള്ള മതമാറ്റീഷനാണ് കേരളത്തിൻ്റെ. അർണോസ് പാത്രിയുടെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ അർണോസ് പാത്രിയാണ് എന്തോ ചെയ്യുന്നത്? ഫസ്റ്റ് മലയാളം ടു പോർച്ചുഗീസ് പറഞ്ഞിട്ടുള്ള മലയാളം ടു പോർച്ചുഗീസ് ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ആരുടെയാണ്? ഈ പറഞ്ഞിട്ടുള്ള അർണോസ് പാത്രിയുടെയാണ്. ഫസ്റ്റ് മലയാളം ടു പോർച്ചുഗീസ് ഡിക്ഷണറി ആരുടെയാണ്? അർണോസ് പാത്രിയുടെയാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു എന്താണ് മലയാളം ആണെന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പുത്തൻപാന എന്നുള്ളത് കേട്ടോ. പുള്ളിയുടെ ഒരു മലയാളം ആണെന്ത്? പുത്തൻപാന പുള്ളിയുടെ ഒരു മലയാളം കവിതയാണ് പുത്തൻ പാന എന്ന് പറഞ്ഞാൽ അർണോസ് പാത്രിയുടെ ഒരു കവിതാ സമാഹാരമാണ്, കവിതയാണ് എന്ത് പുത്തൻപാന എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞ CMS സബ്മിഷൻ സൊസൈറ്റി
ഏത് സ്ഥലത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ക്വസ്റ്റൻ. നമുക്കറിയാം ഈ പറഞ്ഞ CMS ഉണ്ട്, LMS ഉണ്ട്, പിന്നെ എന്താണ് BEMS ഉണ്ട് അല്ലേ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നൊരു സംഭവമുണ്ട്. ഈ പറഞ്ഞുള്ള CMS എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർത്തേൺ ട്രാവൻകൂറിൽ ഉള്ളൊരു സംഭവമാണിത്, ചർച്ച് മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ CMS എന്ന് പറയുമ്പോൾ. സദേൺ ട്രാവൻകൂർ നമ്മൾ കറക്റ്റ് തിരുവിതാംകൂറിൽ നിന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഏതായിരുന്നു, അത് LMS ആയിരുന്നേ. ഈ കേസ് പറയുമ്പോൾ കൊച്ചി തിരുവിതാംകൂർ സ്ഥലത്തുണ്ടായിരുന്ന ആരാണ്, നമ്മുടെ CMS ആണ്. ഇതിൻ്റെ ആൻസർ കൊച്ചിയും തിരുവിതാംകൂർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, കപ്പലോടിയ തമിഴൻ എന്ന് വിളിക്കുന്നത് ആരെയാണെന്നുള്ളതാണ് ക്വസ്റ്റൻ. പറഞ്ഞ ആൻസർ ഏതാണെന്ന്, VO ചിദംബരം പിള്ളയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കപ്പലോടി തമിഴ്. ഇതൊക്കെ SSLC അല്ല SSCRTയുടെ 10ാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റിനകത്തുള്ളതാണ്. കപ്പലോടി തമിഴ് എന്ന് വിളിക്കുന്ന ആരാണ്, VO ചിദംബരം പിള്ളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്, സൈമൺ ബോളിവർ ആണ്. നോക്കുക, ഈ പറഞ്ഞ ജോസെ ഡി സാൻ മാർട്ടിൻ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയെ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രവർത്തിച്ച ഒരാളാണ് നമ്മൾ ഈ പറഞ്ഞ ജോസെ ഡി സാൻ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് പറഞ്ഞുള്ളൂ. സൈമൺ ബോളിവറിനെ എന്ത് വിളിക്കുന്നത്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്, സൈമൺ ബോളിവറിനെയാണ്. നെക്സ്റ്റ് നോക്കി, കോൾഡ് വാർ. നമ്മൾ പറഞ്ഞാണ് റിവിഷൻ പ്രകാരം വേൾഡ് വാറിൻ്റെ സെക്ഷൻ ഫുൾ തീർന്നതാണ്. അതിന് എന്ത് ക്വസ്റ്റൻ വെച്ചാലും ചെയ്യുക അറിഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞാൽ SSCRTയുടെ പുസ്തകം അതുപോലെ പഠിക്കണം എന്ന്. ഏത് ക്വസ്റ്റൻ വേൾഡ് ഹിസ്റ്ററിക്കാന്ന് ചോദിച്ചാലും കറക്റ്റ് എഴുതാൻ നോക്കും. അപ്പോൾ കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്നുള്ള വേർഡ് കോയിൻ ചെയ്തത് ആരാണ്, ബെർണാഡ് ബറൂച്ച് ആണ് കേട്ടോ, തെറ്റിക്കരുത്. ആരാണ്, ബെർണാഡ് ബറൂച്ച് ആണ്. ഈ പറഞ്ഞിട്ടുള്ള ശീതസമരം എന്നുള്ളൊരു വേർഡ് കോയിൻ ചെയ്യുന്ന ആരാണ്, നമ്മുടെ ബെർണാഡ് ബറൂച്ച് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, അയോണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണെന്നുള്ള നമുക്കറിയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയോണോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നാണ്. ഈ അയോണോസ്ഫിയറിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, തെർമോസ്ഫിയറിലുള്ള സംഭവമാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അയോണോസ്ഫിയർ. അയോണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണെന്ത്, നമ്മുടെ അയോണോസ്ഫിയർ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ പറഞ്ഞുള്ള ധരാതലീയ ഭൂപടത്തിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഈ ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഈ മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ പറഞ്ഞ നാച്ചുറലായിട്ടുള്ളതും മാൻമേഡായിട്ടുള്ള എല്ലാ സവിശേഷതയും കാണിക്കുന്ന മാപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള ധരാതലീയ ഭൂപടങ്ങൾ എന്നുള്ള സംഭവമേ. നമുക്കറിയാം ഇന്ത്യയിലെ ഈ പറഞ്ഞ മാപ്പൊക്കെ ഉണ്ടാക്കുന്ന അതാരാണ്, സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ മാപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള തരിശുഭൂമി കാണിക്കാൻ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞാൽ ഏതാണ്, വെള്ള കളറാണ് കേട്ടോ. വെള്ള കളറാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, തരിശുഭൂമിക്ക് യൂസ് ചെയ്യുന്ന ഓർത്തിരിക്കുക. തവിട്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ തവിട്ട് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹില്ലും മൗണ്ടനും കാണിക്കുന്നതാണ് തവിട്ട് കളർ. മഞ്ഞ കളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിംഗ് കാണിക്കുന്നതാണ് എന്ത്, നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡ് കാണിക്കുന്ന സെക്ഷനാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള മഞ്ഞ കളർ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം ഗ്രീൻ കളറാണ് നമ്മുടെ ട്രീയും ഫോറസ്റ്ററി ആ സെക്ഷൻ കാണിക്കുന്നത് എന്താണ്, ഗ്രീൻ കളറാണെന്ന് ഓർത്തിരിക്കുക. വാട്ടർ ബോഡീസ് ആണെങ്കിൽ എന്തായിരിക്കും കളർ, നീലയായിരിക്കും നിറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, മഞ്ഞ കളർ എന്ന് പറയുമ്പോൾ ഫാമിംഗ് ആണ്, വെള്ളയാണ് എന്തിനു യൂസ് ചെയ്യുന്നത്, തരിശുഭൂമി അല്ലെങ്കിൽ ബാരൻ ലാൻഡിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന കളർ ഏതാണ്, വൈറ്റ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയുടെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്ര നദിയുടെ പേരെന്താണ്, പറഞ്ഞ എന്താണെന്ന്, ജമുന അല്ലെ. ജമുന നമ്മൾ എന്ത് വിളിക്കുന്നത്, ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്ര നദിയുടെ പേരെന്താണ്, ജമുന എന്നാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, പശ്ചിമ അസ്വസ്ഥത അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നുള്ള പ്രതിഭാസം ഏത് സീസണുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്, നമുക്കറിയാം വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ്. അത് ശൈത്യകാലം അല്ലെങ്കിൽ വിൻ്റർ സീസണുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, നമ്മുടെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നുള്ള പ്രതിഭാസമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ക്വസ്റ്റ്യൻ. എന്താണ്, സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്, ട്രിവാൻഡ്രത്താണ്. സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ട്രിവാൻഡ്രത്താണ് ഓർത്തിരിക്കുക. ഇത് നോക്കി. നെക്സ്റ്റ് നോക്കി, ഈ പറഞ്ഞിട്ടുള്ള പൊതുഭരണം ആസൂത്രണം പൊതുജനാരോഗ്യം ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു സെക്ഷൻ നമ്മുടെ ടെക്സ്റ്റിനകത്ത് അതുപോലെ ഉള്ളതാണ് കേട്ടോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സെക്ഷനകത്ത് ഈ പറഞ്ഞ ഓരോന്നിനും ഡെഫിനിഷൻ കറക്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരെന്താണ്, അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പൊതുഭരണം എന്ന് പറയുന്നത് കേട്ടോ. തെറ്റിക്കരുത്. ഞാൻ അതെന്താ പറഞ്ഞ ടെക്സ്റ്റിനകത്തുള്ള ഡെഫിനിഷൻ അതുപോലെ വായിച്ചു കൊടുക്കണം. ഇതാണ് പൊതുഭരണത്തിൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയെടുത്ത് എന്താണ്, നിങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട, ഇതും ടെക്സ്റ്റിനകത്തുള്ളത് തന്നെയാണ്, ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റിനകത്തുള്ളതാണ്. ആരായിരിക്കും പറഞ്ഞത്, നമ്മൾ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ കണ്ട ഒരു
പാവപ്പെട്ടവനെ മുഖം ആലോചിക്കുക എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇതും ടെക്സ്റ്റിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. SSCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർവീസിലേക്കും ഓൾ ഇന്ത്യ സർവീസിലേക്കും ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുക്കുന്ന ആരാണ്? നമുക്കറിയാം ഏതാണ്? UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേന്ദ്ര സർവീസിലേക്കും ഓൾ ഇന്ത്യ സർവീസിലേക്കും ഉദ്യോഗസ്ഥർ എടുക്കുന്ന ആരാണ്? നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രൂപം നൽകിയിരിക്കുന്ന ഏതാണ്? നമുക്കറിയാം സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. സാക്ഷരതാ മിഷൻ എന്തിനാണ് കൊണ്ടുവന്നത്? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ലിറ്ററസി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു എയിമോടെ വന്ന സംഭവമാണ് ഇത് നമ്മൾ ഈ പറഞ്ഞുള്ള സാക്ഷരതാ മിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലിറ്ററസി മിഷൻ എന്നുള്ള സംഭവം അല്ലേ. കേരളത്തിലെ ലിറ്ററസി മിഷൻ വരുന്ന വർഷം ഏതാണ്? 1998 അല്ലേ. 1998 നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കേരള ലിറ്ററസി മിഷൻ വരുന്നത് ഓർത്തിരിക്കുക. നാഷണൽ ലിറ്ററസി മിഷൻ വരുന്ന വർഷം ഇതാണ്. കേരള ലിറ്ററസി മിഷൻ ആണ് 1998. നാഷണൽ ലിറ്ററസി മിഷൻ വരുന്ന വർഷം ഏതാണ്? 1988 തന്നെ വരും കേട്ടോ. 1988 ഇത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? കേരള ലിറ്ററസി മിഷൻ വരുന്ന ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോഴത്തേക്കിന് കേരള ലിറ്ററസി മിഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ പേരെന്താണ്? ഒരു ഒലീന എന്നൊരാളുടെ, ഒലീന AG ഒലീന എന്നൊരാളുടെ, ഈ ഒലീന എന്നുള്ള ആളാണ് എന്ത് ഇപ്പോഴത്തെ നമ്മുടെ കേരള ലിറ്ററസി മിഷൻ്റെ ഡയറക്ടറായിട്ട് തെറ്റിക്കരുത്. അപ്പം നമുക്കറിയാം സാക്ഷരതാ മിഷൻ അല്ല. ഇതെന്ന് പറയുമ്പം ഈ ഗവേണൻസ് പറയുമ്പോൾ സാമൂഹിക ക്ഷേമ വകുപ്പിനകത്ത് യാതൊരു സാധനമില്ല. ഇനി ആൻസർ എന്താണ്? അക്ഷയ കേന്ദ്രങ്ങളാണ് കേട്ടോ. അക്ഷയ കേന്ദ്രങ്ങളാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങളും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്ന ആരാണ്? അക്ഷയ കേന്ദ്രമാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്ന രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? സംസ്ഥാന തലത്തിലാണ്. നമുക്കറിയാം ഈ പറഞ്ഞ കറപ്ഷൻ ചെക്ക് ചെയ്യാനുള്ള സംഭവമാണ് ഈ പറഞ്ഞിട്ട് ലോകായുക്തയും ലോക്പാലും അല്ലേ. ഇതിൽ സംസ്ഥാന തലത്തിലുള്ള എന്താണ്? ലോകായുക്തയാണ്. സെൻട്രൽ ലെവലുള്ള സംഭവമാണ് എന്ത്? ലോക്പാൽ എന്ന് പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? മൗലികാവകാശമാണ് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള സംഭവം നമുക്ക് ഒരു കാരണവശാലും ഹനിക്കപ്പെടാൻ ഒക്കാത്ത അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാൻ ഒക്കാത്തൊരു സംഭവമാണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് എന്നൊരു സംഭവം. ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്താണ്? ഇതാ നോക്കി, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് എന്ത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 32 കുറിച്ച് പറഞ്ഞത് ആരാണെന്നാണ് ക്വസ്റ്റൻ. നമ്മൾ ഈ ക്വസ്റ്റൻ കുറച്ചുമ്പോൾ കണ്ടാണ് എന്താണ് എന്താണ് ഭരണഘടന പരിഹാരം കാണാനുള്ള അവകാശമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആർട്ടിക്കിൾ 13 കുറിച്ചാണ് പറഞ്ഞത്. എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ള സംഭവമാണ് എന്ത്? ആർട്ടിക്കിൾ 32. ഇത് പറഞ്ഞതാണ് ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ, തെറ്റിക്കരുത്. ഇനി നോക്കി നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, മൗലിക കർത്തവ്യങ്ങൾ എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? പാർട്ട് 4 ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. പാർട്ട് 4 എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് പാർട്ട് 4 എന്ന് പറയുമ്പോഴത്തേക്ക്, തെറ്റിക്കരുത്, അറിയാവുന്നതാണ്. നമുക്ക് പാർട്ട് 3 എന്ന് പറയുന്നതാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കറിയാം. ഇതെന്താണ്? 2 എന്താണ്? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പാർട്ട് 2 എന്ന് പറയുമ്പോഴത്തേന്. ഇതെന്താണ്? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള സെക്ഷനാണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്നുള്ള സംഭവമാണ് എന്ത്? പാർട്ട് 1 എന്നുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെക്കുറിച്ച് പറയുന്ന പാർട്ട് 4A ആണ്. നോക്കണം, ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളിലും അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുന്ന അവകാശം. ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റിനകത്തുള്ള ഒരു അവകാശമാണ്. ഇത് ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് അതല്ല. എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റിലീജിയസ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമേ. ചൂഷണത്തിനെതിരെയുള്ള പറഞ്ഞാൽ എത്രയാണ്? ആർട്ടിക്കിൾ 23 റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. 23ഉം 24ഉമാണ് ഓർത്തിരിക്കുക. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ന്യൂനപക്ഷങ്ങളിൽ അവരുടെ ലിപി, ഭാഷ, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ C ആണ്, തെറ്റിക്കരുത് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പരാമർശിക്കുന്ന തീയതി ഏതാണ്? നമുക്കറിയാം ഏതാണ്? 26 നവംബർ 1949 എന്നുള്ളതാണ് നമ്മുടെ പ്രിയാമ്പിളിനകത്തുള്ള ഡേറ്റ് കേട്ടോ. 26 നവംബർ 1949 ആണ് നമ്മുടെ പ്രിയാമ്പിളിനകത്തുള്ള എന്ത് ഡേറ്റ് നോക്കിയിരിക്കണം കേട്ടോ, തെറ്റിക്കരുത്. ക്വസ്റ്റൻ കണ്ടു, 2017-18 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം ഏതാണെന്ന് ക്വസ്റ്റൻ. നമുക്കറിയാം, എപ്പോഴും ഓർത്തിരിക്കുക. ഈ പ്രശ്നം കഴിഞ്ഞ ബജറ്റ് അതിൻ്റെ സെക്ഷനിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ആനുവൽ ഇയറിലും
ഏറ്റവും കൂടുതൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇൻകം കിട്ടിയിരുന്നത് എവിടെ നിന്ന് തന്നെയാണ്? കോർപ്പറേറ്റ് ടാക്സിൽ നിന്നാണ് കേട്ടോ. കോർപ്പറേറ്റ് ടാക്സിൽ നിന്നാണ് കഴിഞ്ഞ വർഷം 2023 ബജറ്റ് നോക്കിയാൽ അറിയാം, നമുക്കറിയാം. കോർപ്പറേറ്റ് ടാക്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടിക്കൊണ്ടിരുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെ നിന്ന് തന്നെയാണ്? കോർപ്പറേറ്റ് ടാക്സ് എന്നാണ് കേട്ടോ. ലാർജസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ആണ്. തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. അപ്പോൾ നോക്കി, ഈ പറഞ്ഞിട്ട് നമുക്കറിയാം ടൈപ്പ് ഓഫ് ടാക്സസിനകത്തുള്ള സംഭവമാണ് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ ആദായ നികുതി, GST എന്നുള്ള സാധനം എല്ലാം ടൈപ്സ് ഓഫ് ടാക്സസിനകത്തുള്ള സംഭവമാണ്. ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് പറയുമ്പോൾ ഏത് ടൈപ്പ് ടാക്സ് ആണ്? ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഡയറക്റ്റ് ടാക്സ് ആണ് എന്ത് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് അല്ലേ, നമുക്ക് അറിയാവുന്നതാണ്. ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്നതാണ് എന്ത് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തൊക്കെ വരും? കോർപ്പറേറ്റ് ടാക്സ് കൂടാതെ ഇൻകം ടാക്സ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഉണ്ട്, നമ്മുടെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, സെക്യൂരിറ്റി ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ ഡയറക്റ്റ് ടാക്സ് ആണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് നമുക്കറിയാം? ഇൻകം ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് ടാക്സ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് ഒരു സംഭവമുണ്ട്. സെക്യൂരിറ്റി ടാക്സ് ഒരു സംഭവമുണ്ട്. സെക്യൂരിറ്റി ടാക്സ് ഒരു സംഭവമുണ്ട്. സെക്യൂരിറ്റി ടാക്സ് ഒരു സംഭവമുണ്ട്. അല്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരു സംഭവമുണ്ട് കേട്ടോ. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരു സംഭവമുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതെല്ലാം എന്ത് തന്നെയാണ്? ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്ന സംഭവങ്ങളാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? സെയിൽസ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. സെയിൽസ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടി, GST, VAT, അതെല്ലാം എന്ത് തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓർത്തിരിക്കട്ടെ, എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, GST, VAT, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സെയിൽസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്, VAT ഉണ്ട്, GST എല്ലാം കൂടെ തെറ്റിക്കരുത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, അതർ ടൈപ്പ് ഓഫ് ടാക്സ് ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ടാക്സ്, അതുപോലെ എന്താണ് രജിസ്ട്രേഷൻ ഫീ, നമ്മൾ ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, എഡ്യൂക്കേഷൻ സെസ്, അതെല്ലാം എന്ത് തന്നെയാണ്? അതൊക്കെ അതർ ടാക്സസ് എന്നൊരു കാറ്റഗറിയാണ് കേട്ടോ. തെറ്റിക്കരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടിയത് കോർപ്പറേറ്റ് ടാക്സ് വഴിയാണ്. അതിപ്പോൾ പറഞ്ഞ 2023 കേസും എന്ത് തന്നെയായിരുന്നു? ഈ പറഞ്ഞിട്ടുള്ള കോർപ്പറേറ്റ് സെക്ഷനിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ റവന്യൂ ഗവൺമെൻറ്റിന് കിട്ടുന്നത് നോട്ട് ചെയ്യണം കേട്ടോ, തെറ്റിക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പറഞ്ഞ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1770. ഇതിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്കാണിത് കേട്ടോ. ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇതെനിക്ക് തോന്നുന്നു വർഷം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് 1800 സംതിങ് വരെ ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും ക്ലോസ് ചെയ്യുക ചെയ്യുന്നത്. പോകത്തിരിക്കുക. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ആരംഭിച്ചത് 1770 ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്കാണ് എന്ത്? നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനെ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുമ്പോൾ ആ സമയത്ത് ഇപ്പോൾ ആ ബാങ്കില്ല കേട്ടോ. ബാങ്ക് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഡേറ്റ് 1800 സംതിങ്ങിൽ ക്ലോസ് ആവുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്തായിരുന്നു? കൊൽക്കട്ടയായിരുന്നു കേട്ടോ. കൽക്കട്ടയായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്തായിരുന്നു? കൊൽക്കട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? ലോങ്ങസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ബാങ്ക്, ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾഡസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ബാങ്ക്, ദാറ്റ് ഇസ് സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ് പറഞ്ഞാൽ ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അവിടെ തെറ്റിക്കരുത്. ഈ SBI ആണ് ഇപ്പോഴും ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വർഷം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾഡസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഈ പറഞ്ഞ SBI എന്ന് പറയുമ്പം 1806 സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ്. അന്ന് ഇതിൻ്റെ പേര് SBI എന്നല്ലായിരുന്നു. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത്? ഇന്ത്യയിൽ ഉള്ള ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോങ്ങസ്റ്റ് റണ്ണിങ് ആയിട്ടുള്ള ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. തെറ്റിക്കരുത്. ഇനി നോക്കിക്കോളൂ. ഈ പറഞ്ഞതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കുമ്പോൾ ഫീ എടുക്കണം നമ്മൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിനകത്ത് കീ കൊടുത്തിരുന്ന ആൻസർ തെറ്റാണ്. നോക്കിയാൽ ഞാൻ പറയാം. ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി, 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് ഉപഭോക്തൃ അടയ്ക്കുന്ന ഫീസ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, നിങ്ങൾ ഓർത്തിരിക്കുക. 5 lakhന് താഴെയാണെങ്കിൽ ഫീ ഇല്ല. 5 lakhന് താഴെയാണെങ്കിൽ എന്തില്ല? ഫീ ഇല്ല. ലെസ് ദാൻ 5 lakh ആണ് എന്നുണ്ടെങ്കിൽ എന്തില്ല? ഫീ ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഇനി 5 to 10 lakh ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? 200 രൂപയാണ് ഫീസ്.
5 to 10 lakh ആണെങ്കിൽ എന്താണ് 200 രൂപയാണ് ഫീസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 10 to 20 lakh ആണെന്നുണ്ടെങ്കിൽ എത്ര വരുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 400 രൂപ ഫീസ് വരുന്നത് കേട്ടോ. 20 to 50 lakh ആണെന്നുണ്ടെങ്കിൽ എത്ര വരും? 1000 രൂപ. 1K ആണ് 20 to 50 ലാക്കിൻ്റെ ഫീസ് നോത്തിരിക്കുക കേട്ടോ. 20 to 50 ലാക്കിൻ്റെ ഫീസാണ് 1K എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള 50 ലക്ഷം തൊട്ട് 50 ലാക്ക് തൊട്ട് 1 crore വരെ ആണെങ്കിലുള്ള ഫീസാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 2000 രൂപ. 1 crore ആണെങ്കിൽ എന്താണ് ഫീസ്? 2000 രൂപയാണെന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? 5 to 10 lakh ആണെങ്കിൽ ആൻസർ 200 rupees ആണ്. 200 rupees ആണ് ഇതിനകത്ത് ആൻസർ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക. ഇപ്പം ആസ് ഓഫ് നൗ ഏറ്റവും കൂടുതൽ പോകുന്ന എത്രയാണ്? 7.5 7500 രൂപയാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള കൺസ്യൂമർ കോർട്ടിൽ പോകുന്ന മാക്സിമം ഫീസ് എന്ന് പറയുമ്പോൾ 7500 രൂപയാണ്. എന്ന് പറയുമ്പോൾ അതിന് 10 കോടിക്ക് മേളിലാണെന്നുണ്ടെങ്കിൽ 10 crore ആൻഡ് എബോവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 7500 രൂപയാണെന്ത് കൺസ്യൂമർ കോർട്ടിലെ ഫീസ് നോക്കിയിരിക്കുക കേട്ടോ. തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1952 കേന്ദ്ര സർക്കാരിന് മൊത്തം ചിലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസ ചിലവഴിച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പ്ലാനിങ് 5 year പ്ലാൻസ് പഠിക്കുമ്പം കറക്റ്റായിട്ട് പഠിക്കണമെന്ന് പറയാൻ കാരണം ഇതാണ്. ഇതിൻ്റെ ആൻസർ 7.92% ആണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിന് ചിലവഴിച്ചിരിക്കുന്നത് കേട്ടോ. എന്ന് പറയുമ്പോൾ SCR ടെക്സ്റ്റ് ബുക്കിനകത്ത് എടുത്ത് പറഞ്ഞിട്ടാണ് അത് ചോദിക്കുകയും ചെയ്യുമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ ജോഡി അച്ഛാ ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അമർത്യ സെൻ എന്ന് പറയുന്നത് മനുഷ്യക്ഷേമമാണ്. ഈ പറഞ്ഞ ലെയ്സേഫെയർ എന്ന് പറയുന്നത് കാൾ മാർക്സിൻ്റെ അല്ല, ആരുടെയാണിത്? ആദം സ്മിത്തിൻ്റെ ബുക്കാണ് ലെയ്സേഫെയർ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം എക്കണോമിസ്റ്റുകളാണ്. ആദം സ്മിത്തിൻ്റെ ആണ് എന്ത് ലെയ്സേഫെയർ എന്നുള്ള ബുക്ക് ആദം സ്മിത്തിനാണ്. അപ്പോൾ ഇത് തെറ്റാണ്. നമുക്കറിയാം ഡ്രെയിൻ തിയറി ദാദാഫായയുടെയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് ഗാന്ധിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതാണ് തെറ്റ്. കാൾ മാർക്സിൻ്റെ അല്ല. ലെയ്സേഫെയർ എന്ന് പറയുന്നത് ആദം സ്മിത്തിൻ്റെ ആണ് നോക്കിയിട്ട് ആദം സ്മിത്തിൻ്റെ ഒരു പോളിസിയാണ് ഈ പറഞ്ഞിട്ടുള്ള ലെയ്സേഫെയർ പോളിസി എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം എന്താണ് അമർത്യ സെന്നും നമ്മുടെ ഇപ്പം ആദം സ്മിത്തൊക്കെ എന്താണ് അതൊക്കെ എക്കണോമിസ്റ്റുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിനകത്ത് യോജന കലയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. യോജന കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമുക്കറിയാം ഈ കല എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് ആണ് കേട്ടോ. കണക്റ്റീവ് ടിഷ്യൂ എന്നൊരു സംഭവം ഉണ്ട്. നമുക്കറിയാം ടൈപ്സ് ഓഫ് ടിഷ്യൂ എന്നൊരു സംഭവം നമുക്ക് എനിക്ക് തോന്നുന്നു CBSE 8ലോ 9ലോ പഠിക്കാനുള്ളതാണ് കേട്ടോ. കണക്റ്റീവ് ടിഷ്യൂസ് എന്നുള്ള സെക്ഷനെ. അതിനകത്ത് ഈ കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത് നമ്മുടെ യോജന കല എന്നുള്ള സംഭവം. നമുക്ക് അറിയേണ്ട കേസ് എന്ന് പറയുമ്പോഴത്തേന് ടിഷ്യൂസിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണക്റ്റീവ് ടിഷ്യൂ എന്നൊരു സംഭവമുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നൊരു സംഭവമുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, മസിൽ ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട്. ഇതാണ് ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേന് ഒന്ന് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജന കലയാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ എനിക്കൊന്ന് ആവരണ കല എന്ന് പറയും. പിന്നെ ഉള്ളത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നെർവസ് ടിഷ്യൂ, അതുപോലെ തന്നെ മസിൽ ടിഷ്യൂസ് എന്നൊരു സംഭവമേ ഉള്ളൂ. മസിൽ ടിഷ്യൂ പറഞ്ഞാൽ പേശി കലയാണെന്ന് ഓർത്താം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞില്ല കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്ത ഏതാണ് ക്വസ്റ്റ്യൻ? ഈ പേശി കലയാണ്. കാര്യം ഈ പേശി കല അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മസിൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു ടിഷ്യൂവിൻ്റെ ടൈപ്പിനകത്തുള്ള സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള മസിൽ ടിഷ്യൂ എന്നുള്ള സംഭവമേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? പേശി കലയാണ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരാത്ത. ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും യോജന കല എന്നാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബ്ലഡ്, അതുപോലെ തന്നെ ഫൈബ്രസ് ആയിട്ടുള്ള ടിഷ്യൂസ് എന്താണ് നമ്മളീ പറഞ്ഞിട്ടുള്ള ബോൺ മാരോ അങ്ങനെയുള്ള സംഭവം എല്ലാം എന്ത് തന്നെയാണ്? കൊഴുപ്പ്, ഫാറ്റ് എല്ലാം എന്ത് തന്നെയാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ പറയാം ഈ പറഞ്ഞിട്ടുള്ള ബ്ലഡും ഫൈബ്രസ് ടിഷ്യൂവും തരുണാസ്ഥിയൊക്കെ എന്ത് തന്നെയാണ്? അത് കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് ഓർത്തിരിക്കുക. എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ആവരണ കലയാണ്. നമ്മുടെ ബോഡിയെ കവർ ചെയ്ത് പോകുന്ന സംഭവങ്ങളല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താണ് ഏതെങ്കിലും ഒരു ഓർഗനെ കവർ ചെയ്ത് പോകുന്നത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂ, അതാണ് ആവരണ കല കേട്ടോ. പറയാം മസിൽ ടിഷ്യൂവും പിന്നുള്ളത് നെർവസ് ടിഷ്യൂ ആണ്. പേശി കല എന്ന് പറഞ്ഞാൽ മസിൽ ടിഷ്യൂ ആണ്. മറ്റൊരു നാഡീ കല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പേശി കലയാണ്. കാര്യം കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കൂട്ടൊരു ടൈപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള പേശി കല. ക്ലിയർ അല്ലേ? ഈ 2 ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. കാര്യം ഇതിന് ആൻസർ കിട്ടുന്നത് ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംഭവമാണ്. നമ്മുടെ വഴണയില ഉണ്ടല്ലോ, വഴണയില അതാണ് കേട്ടോ. ചില കാസിയ, ഇന്ത്യൻ കാസിയ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇന്ത്യൻ കാസിയ എന്ന് പറഞ്ഞ സംഭവമാണെന്ത് ഇന്ത്യയുടെ സുഗന്ധ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാസിയ എന്നൊരു അതാണ്. നമ്മുടെ വഴണയിലയാണ് കേട്ടോ ഇന്ത്യൻ സുഗന്ധ വൃക്ഷം എന്ന് പറയുമ്പോഴത്തേന്. എന്ന് പറയുമ്പോൾ ഇനി എന്താണ്? ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഇവരാരും അതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് പേരുണ്ടായിരുന്നില്ല, ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ജോണി എന്നുള്ളൊരു ഡോക്ടറും ഒരു മോഹൻ റാവു എന്നുള്ള ആളാണ് കേട്ടോ. ജോണി മോഹൻ റാവു ആണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ നടത്തിയെന്നാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യയിലാണ് ഇത്. എന്തായാലും ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കേണ്ട ആവശ്യമില്ല. നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇത് നോക്കി. ഇതെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്നുള്ള ഒറ്റ വാക്കിനകത്ത് വരുന്ന ടോപ്പിക്സ് ആണിത് മൊത്തമേ. നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ വെയിറ്റ് ആണ് ക്വസ്റ്റ്യൻ. എത്താണ്?
1.3 to 1.4 ഇത് എനിക്ക് നമ്മൾ കുഞ്ഞ് ക്ലാസ് പഠിക്കുന്നത് കേട്ടോ. 1.3 to 1.4 കിലോഗ്രാം ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ വെയിറ്റ് കേട്ടോ. നോക്കി, സുരക്ഷാ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്ന എന്താണ് സംഭവം ഇതെന്ന് പറയുമ്പോൾ വൈദ്യുതയുടെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള LDCക്ക് ഒന്നും എടുത്തു പോകാൻ ടോപ്പിക്കിനകത്ത് ഇലക്ട്രിസിറ്റി എന്നൊരു ടോപ്പിക്ക് ഇല്ലാത്തതാണ്. പക്ഷേ ഓർത്തിരിക്കുക, സുരക്ഷാ ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടി കാരണമാണ്. കാര്യം ആ വയർ ഉരുക്കി പോവുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ. സുരക്ഷാ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ വൈദ്യുതിയുടെ താപഫലമാണ് നോക്കുന്നത് കേട്ടോ. അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഇനിയും പറഞ്ഞ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ അല്ലാത്ത കോണ്ടാക്ട് ഫോഴ്സ് നമുക്കറിയാം, വിസ്കോസിറ്റി, ഈ പറഞ്ഞിട്ടുള്ള പ്രതല ബലവും കർഷണം ഫ്രിക്ഷനൊക്കെ എന്തിനാണ് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തല്ല, അത് ഒരു കാരണവശാലും എന്തല്ല, അത് കോണ്ടാക്ട് ഫോഴ്സ് അല്ല. സമ്പർക്ക ബലത്തിന് വരാത്തത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് കേട്ടോ. നോക്കി, ഓക്സിജൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് ഫിനസ് എങ്ങനെ എഴുതുന്നത്? ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 8 ആണല്ലേ. 8 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്കറിയാം 1s2 2s2 2p4 എന്നാണ്. 2p4 8 ആയല്ലേ. 1s2 2s2 2p4 എന്നാണ്. ഇതാണ് ഒന്നുമില്ല, ഇത് എഴുതാൻ അറിയാമല്ലോ അല്ലേ. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതാൻ അറിയണം കേട്ടോ. അറിയാമെന്ന് ഞാൻ ഓർക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഫില്ലായി പോകുന്നത്. 1s2 2s2 2p4 ആണ് കേട്ടോ ആൻസർ. നോക്കിയാൽ ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നത് ഏത് പാളിയിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാതാണ് സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ ലെയറിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഓസോൺ കാണുന്നത്. നോക്കിക്കോളൂ, ഈ ശരീരം നമ്മുടെ പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്ന ഇതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ അൻറ്റാസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആസിഡ് റിഫ്ലക്സ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അൻറ്റാസിഡ് എന്നുള്ള സംഭവം അല്ലേ. ഇത് നോക്കിക്കോളൂ, അനാൾജസിസ് എന്ന് പറയുന്നത് എന്താണ്? അനാൾജസിസ് ആണ് നമ്മളെ പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്നത്. അനാൾജസിസ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്? പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്ന ഓർത്തിരിക്കുക. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് നമ്മളെല്ലാം പുരട്ടുന്ന ആൻറ്റിസെപ്റ്റിക് ആണ് അല്ലേ. ഒന്നുമില്ല, നമ്മുടെ ഈ പറഞ്ഞ മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്ന സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി എന്താണ്? ആൻറ്റി പൈറൈഡ്സ് ആണ് എന്തോ ചെയ്യുന്നത്? നമ്മുടെ ഫീവർ റെഡ്യൂസ്, നമ്മൾ ഈ പാരസെറ്റാമോളൊക്കെ കാണുന്ന സംഭവം എന്ന് പറയുമ്പോൾ ആൻറ്റി പൈറൈഡ്സ് ആണ് അടുത്തുള്ളത്. ആൻറ്റി പൈറൈഡ്സ് പറയുമ്പോൾ ഫീവർ റെഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ ഓർത്തിരിക്കുക. അനാൾജസിസ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത് അനാൾജസിസ് എന്ന് പറയുമ്പോൾ. ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിഡോട്ട് എന്ന് പറയുമ്പോൾ പോയിസണെതിരെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണത് ആൻറ്റിഡോട്ട്സ് കേട്ടോ. ആൻറ്റിഡോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പോയിസണെതിരെ യൂസ് ചെയ്യുന്ന സംഭവമാണത് ആൻറ്റിഡോട്ട്സ്. അപ്പോൾ ഓർത്തിരിക്കുക, പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്ന അനാലിസിസ് ആണെന്ന് നോക്കിക്കണേ. നോക്കി, ഇനിയും ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഓർത്തിരിക്കുക. അവർ പറഞ്ഞ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ്. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് എന്ന് പറയരുത്. ഹാർഡ് ഡിസ്ക് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് അല്ല. നമ്മൾ ഈ പറഞ്ഞ CD, DVD, ബ്ലൂറേ ഡിസ്ക് അതിലേതെങ്കിലും ഒന്നറിയാം. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഡിവൈസിനകത്ത് ഏറ്റവും കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നവരാണ് നമ്മുടെ ബ്ലൂറേ ഡിസ്കിനാണ് കേട്ടോ. നമുക്കറിയാം ബ്ലൂറേ ഡിസ്ക് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ബ്ലൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ തന്നെ നമ്മുടെ ഡിസ്കിനകം തിരിച്ചു നോക്കുമ്പോൾ നല്ല ഒരുമാതിരി നീല കളറിനകത്തൂടെ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റെയിൻബോയുടെ സെക്ഷൻ കാണുന്നതാണ് ഈ ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുമ്പോഴത്തേന്. നോക്കുകയും ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ. ഇത് IT സെക്ഷനാണ്. നോക്കിയതാണ് ജിംബാണ്. ജിംബിൽ നമ്മൾ എന്താണ് ഓപ്പൺ സോഫ്റ്റ്വെയർ ജിം എന്ന് പറയുമ്പോഴത്തേന്. നെക്സ്റ്റ് നോക്കി, സഫാരി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സഫാരി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സഫാരി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം. സഫാരി ഒരു ബ്രൗസറാണല്ലേ. സഫാരി എന്ന് പറഞ്ഞാൽ ബ്രൗസറാണ്. സഫാരി എന്ന് പറഞ്ഞാൽ ബ്രൗസറാണെന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം IT-ക്കകത്തുള്ള കേട്ടോ. അതെല്ലാം പഠിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, താഴെ പറയുന്നതിൽ നെറ്റ്വർക്ക് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാത്ത സംഭവം എന്നാണ്. കറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കണേ. നമുക്കറിയാം ആൻറ്റിവൈറസ് സ്കാൻ നമ്മൾ എടുത്ത് ഇടാറുണ്ട് അല്ലേ ലാപ്പിനകത്ത്. ഡീഫ്രാഗ്മെൻറ്റേഷൻ തെറ്റാണ്. നമ്മൾ ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സംഭവമാണ് ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഡീഫ്രാഗ്മെൻറ്റേഷൻ തെറ്റാണ്. നമുക്കറിയാം കുക്കീസ് ക്ലിയർ ചെയ്ത് കളയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സൈബർ ട്രാക്കിംഗ് കളയാൻ നല്ലതാണ്. നെറ്റ്വർക്ക് ട്രാക്കിംഗ് കളയാൻ നമ്മൾ ഈ ചെയ്യുന്ന സംഭവമാണ് കുക്കീസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുള്ളത്. പിന്നെ അത് ഫയർ വോൾ സെറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇത് മൂന്നും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ പറഞ്ഞാൽ ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നെറ്റ്വർക്ക് അറ്റാക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ലേ. നോക്കി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന എറർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ ബഗ് എന്നാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, താഴെ പറയുന്നത് തെറ്റായ ജോഡി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവരുടെ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള കാരൂർ നീലകണ്ഠ പിള്ള എന്നാണ് പറയുന്നത് അല്ലേ. അത് കറക്റ്റാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി കറക്റ്റാണ്. കാക്കനാടൻ ജോർജ് ജോസഫ് എന്നാണ്. ഇത് തെറ്റാണ് കേട്ടോ. കാക്കനാടൻ ജോർജ് ജോസഫ് എന്നാണ്. നമുക്കറിയാം ആനന്ദ് P. സച്ചിദാനന്ദൻ്റെ പേരാണെന്ത് ആനന്ദ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ആൻസർ. ജോർജ് ജോസഫ് എന്നാണ്. കാക്കനാടൻ ജോർജ് ജോസഫ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം ഈ തൃപ്പൂണിത്തുറയിലുള്ള അമ്പലം ഉണ്ടല്ലോ. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്? ഓണമാണ്. നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ നിന്ന് പറയുമ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണ് തൃപ്പൂണിത്തുറയിലെ.
നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കി നമുക്കറിയാം ഇത് ചോദിക്കത്തില്ല. ബാലഭാസ്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വയലിനാണ് ബാലഭാസ്കർ എന്ന് പറയുമ്പോഴത്തേന്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്, ചെറുതുരുത്തിയിലാണ് നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കി കേരളരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. കേരളരത്ന കിട്ടിയ ആദ്യ മലയാളി ആരാണ്? ബീനാമോളാണ് കേട്ടോ. KM ബീനാമോളാണെന്ത് കേരളരത്ന കിട്ടിയ ആദ്യ മലയാളി. നമുക്കറിയാം 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ക്യൂബയാണ് കേട്ടോ. ക്യൂബയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററിന്റെ പേരെന്താണ്? ഒരു മാനുവൽ എന്നൊരു പുള്ളി കേട്ടോ. മാനുവൽ മറോസ എന്നാണ് തോന്നുന്നത് എനിക്ക്. മറോറ എന്നങ്ങനെയാണ്. മാനുവൽ എന്നാണ് എന്താണ് സ്റ്റാർട്ടിങ്. മാനുവൽ മറോറ ചെക്ക് ചെയ്യണേ. മാനുവൽ മറോറയാണോ മറോസയാണോ നോക്കുക. മാനുവൽ എന്നൊരാളാണ് ഇപ്പോഴത്തെ ക്യൂബയുടെ പ്രധാനമന്ത്രി കേട്ടോ. ഓക്കെ, ബാങ്കിങ് നിയമങ്ങൾക്ക് AI യൂസ് ചെയ്ത ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്ക് ഏതാണ് യൂസ് ചെയ്യുന്നത്? ബാങ്കിങ്ങിനകത്ത് AI യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ബാങ്ക് ഏതാണ്? ICICI ആണ്. ബാങ്കിങ്ങിനകത്ത് നമ്മുടെ AI യൂസ് ചെയ്ത ഫസ്റ്റ് ബാങ്ക് ICICI ആണെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ONV പുരസ്കാരം കിട്ടിയത് ആരാണ്? ആദ്യമായിട്ട് ONV പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സുഗതകുമാരിക്കാണ്. ONV എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള പുരസ്കാരം എന്നുള്ള സെക്ഷൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നൊരു സെക്ഷൻ ആ സിലബസിനകത്തുണ്ട്. അതിനകത്ത് ഈ പുരസ്കാരങ്ങളുള്ള സെക്ഷൻ ഉള്ളതാണ്. അത് പഠിക്കുക കേട്ടോ. ഇത് നോക്കി 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? സസ്യാരോഗ്യ വർഷമാണ് 2020 കേട്ടോ. 2020 എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാന്റിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള വർഷമാണ് 2020. ബയോഡൈവേഴ്സിറ്റി ഇയർ ഏതാണ്? 2010 ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. 2010 നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേന് സോയിൽ ഇൻ്റർനാഷണൽ സോയിൽ ഇയർ എത്രയായിരുന്നു? 2015 2015 നമ്മുടെ ഇൻ്റർനാഷണൽ സോയിൽ ഇയർ കേട്ടോ, തെറ്റിക്കരുത്. നെക്സ്റ്റ് എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഏതായിരുന്നു? 8ാമത്തെ സെൻസാണ്. 8 സെൻസാണ് 2021 നടത്താനിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി പഴയ ക്വസ്റ്റ്യൻ, 2024 ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ ചെയ്യാമേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇന്ന് 70 ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞതും അത് കൂടാതെ അഡീഷണൽ ഒക്കെ ആളുകൾ നോക്കുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്.